ടെക്നോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടെക്നോ സ്പാർക്ക് പവർ 2. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ 6000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ വലിയൊരു ഡിസ്പ്ലേയും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് പവർ 2 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് വലിയൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നീളം കൂടിയ വീതി കുറഞ്ഞ ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90.55% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 220 gram ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും അത്യാവശ്യം നല്ലൊരു ഡിസൈനും ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ സാധാരണ ടെക്നോ ഫോണുകളുടെ മെയിൻ പ്രശ്നമായിട്ട് വരാറ് പ്രോസസ്സറാണ്. ഈ ഒരു ഫോണിലും അതേ കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര നല്ല പ്രോസസ്സറാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇത് 6,000-7,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം വരുന്ന പ്രോസസ്സറാണ്. അതുമാത്രമല്ല ഇത് വളരെ പഴയ പ്രോസസ്സറുമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന പ്രോസസ്സറൊക്കെ ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഗെയിമിങ്ങും അതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4 GB റാം ലഭിക്കുന്നുണ്ട്. അതുപോലെ 64 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം മോഡ് എന്നുള്ള ഒരു മോഡും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ PUBG, COD അതുപോലുള്ള ഗെയിം കളിക്കുമ്പം നമുക്ക് വോളിയം ബട്ടൺ വേണമെങ്കിൽ ഫയർ കീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊന്നും കാണാത്ത ഒരു ഫീച്ചറാണിത്. പിന്നെ ഈ ഫോണിൽ ഡയറാക്ട് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 115 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 4ാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് കോഡ് LED ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത് ബാറ്ററിയാണ്. 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് 50% ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഈ ഫോണിൻ്റെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.849ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.795ഉമാണ്. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. ജൂൺ 23 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലോ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. അതല്ല നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സിനിമ കാണാനും വീഡിയോസ് കാണാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിൽ നമുക്ക് വലിയൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ വളരെ നല്ലൊരു ബാറ്ററിയും ലഭിക്കുന്നുണ്ട്.